നമസ്കാരം. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെച്ച് അന്തിമമായ താൻ അവിടം സന്ദർശിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നെവാഡോ, അരിസോണ എന്നിവിടങ്ങളിൽ പ്രചരണ പരിപാടികൾക്ക് മുന്നോടിയായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തങ്ങളോട് മുന്നോട്ട് വെച്ച മിക്കവാറും എല്ലാ നിർദ്ദേശങ്ങളും, അതായത് തങ്ങൾ മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും ഇറാൻ അംഗീകരിച്ചതായും വരാനിരിക്കുന്ന വെടിനിർത്തൽ കാലാവധി നീട്ടേണ്ടി വരില്ല എന്ന ആത്മവിശ്വാസവുമാണ് ട്രംപ് പ്രകടിപ്പിച്ചത്. ഇറാൻ അതിന്റെ ആണവ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതിലേക്ക് ഈ കരാർ നയിക്കുമെന്നാണ് തന്റെ കർശന നിലപാടെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കി. ഫെബ്രുവരിയിൽ ആരംഭിച്ച അമേരിക്ക ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കങ്ങൾ മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾക്കും ആഗോള എണ്ണവിലയിൽ വൻ കുതിപ്പിനും കാരണമായിരുന്നു. ഈ സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾക്ക് പാകിസ്ഥാൻ വലിയ പിന്തുണ നൽകുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ലെബനൻ പ്രസിഡന്റ് ജോസഫ് അവനുമായും താൻ സംസാരിച്ചതായും ഇരു നേതാക്കളെയും വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചതായും ട്രംപ് വ്യക്തമാക്കി. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള 10 ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വന്നത് സമാധാന ശ്രമങ്ങൾക്കുള്ള ശുഭ സൂചനയാണ് എന്നുകൂടി അമേരിക്ക വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്ഥിരമായ സമാധാന ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നതിനായി വൈസ് പ്രസിഡന്റ് JD വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെട്ട സംഘത്തെ ട്രംപ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.